എല്ലാ കൂട്ടർക്കും നമസ്കാരം. 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ മൂന്നാമത്തെ ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നമ്മൾ പഠിച്ചു വന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ അല്ലേ, അതൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഷെല്ലുകൾ അല്ലേ, ഏതൊക്കെയാണ് ഷെല്ലുകൾ എന്നൊക്കെ മനസ്സിലാക്കി. സബ് ഷെല്ലിൽ എന്തുമാത്രം ഇലക്ട്രോൺസുകൾ ഫില്ല് ചെയ്യാം, അതിൻ്റെ നമ്പറുകളും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ എനർജിയുടെ ഓർഡറിൽ എനർജിയുടെ ഓർഡറിൽ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നതെന്ന്, അതായത് എനർജി കൂടി വരുന്നതനുസരിച്ചിട്ട് എനർജി കൂടി വരുന്നതനുസരിച്ചിട്ട് സബ്ഷെല്ലുകൾ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നതെന്നൊക്കെ നമ്മളൊരു ചിത്രത്തിൻ്റെ സഹായത്തോടൊക്കെ പഠിച്ചായിരുന്നു. അപ്പോൾ ഈ ഒരു ഓർഡർ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. 1s 2s 2p 3s 3p 4s 3d 4p അങ്ങനെയാണ് പോകുന്നത്. അതായത് എനർജി കൂടി വരുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ആദ്യമേ ആറ്റോമിക് നമ്പർ 1 ഉള്ള ഹൈഡ്രജൻ തൊട്ട് നമ്മൾ എഴുതിയായിരുന്നു. ഹൈഡ്രജൻ തൊട്ട് നമ്മൾ ഏകദേശം എവിടം വരെ എഴുതി? കാൽസ്യത്തിൻ്റെ വരെ കാൽസ്യത്തിൻ്റെ വരെ നമ്മൾ കൃത്യമായിട്ട് എഴുതിയായിരുന്നു കേട്ടോ. നിങ്ങൾ കഴിഞ്ഞ മുന്നത്തെ ക്ലാസ്സുകളൊക്കെ കാണുക, കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുതന്നാൽ മാത്രമേ ഈ ഒരു ചാപ്റ്ററിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാകത്തുള്ളൂ. ഇടയ്ക്കൊന്നും കണ്ടാൽ ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. അതുകൊണ്ട് ആദ്യം തൊട്ടേ നിങ്ങൾ ഓരോരോ പാട്ടായിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. കാൽസ്യത്തിന്റെ വരെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയായിരുന്നു. അപ്പൊ നമുക്കിനി അടുത്ത നോക്കാം. ഏതാണ്? സ്കാൻഡിയം. എന്താ അവിടെ നോക്കിയ? സ്കാൻഡിയത്തിന്റെയാണ്. സ്കാൻഡിയത്തിന് നോക്കിയേ, ആറ്റോമിക് നമ്പർ എത്രയാണ് വരുന്നത്? 21 ആണ് വരുന്നത് അല്ലേ. സ്കാൻഡിയം എന്ന് പറഞ്ഞൊരു ഒരു ട്രാൻസിഷൻ എലമെന്റ് ആണ്, അതായത് സംക്രമണ മൂലകമാണ്. ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്? സ്കാൻഡിയം എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാവുകയാണെന്നുണ്ടെങ്കിൽ അതേ നോക്കി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ടു വിച്ച് ഷെൽ ഡസ് ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഗെറ്റ് ആഡഡ് ഇൻ ദ കേസ് ഓഫ് ട്രാൻസിഷൻ എലമെന്റ്? ട്രാൻസിഷൻ എലമെന്റ് അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങളുടെ കേസിൽ അവസാനത്തെ ഇലക്ട്രോൺ ഏതിലായിരിക്കും ചേർക്കപ്പെടുന്നത്? തേർഡ് ഷെല്ലിലായിരിക്കും അല്ലേ, മൂന്നാമത്തെ ഷെല്ലിലായിരിക്കും ചേർക്കപ്പെടുന്നത്. അങ്ങനെയാവുകയാണെങ്കിൽ ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 21 ആണ് ആറ്റോമിക് നമ്പർ വരുന്നത്. ഷെൽ വൈസ് വരുമ്പോൾ എങ്ങനെ വരും? 2 8 9 2 അല്ലേ. ഇതാണ് ഷെൽ വൈസ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ കണ്ടായിരുന്നു. സ്കാൻഡിയം എന്ന് പറയുമ്പോൾ എത്രയാണ്? 21 ആണ് വരുന്നത്. അപ്പം സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? 1s2 2s2 എനർജിയുടെ ഓർഡറിൽ നമ്മൾ എഴുതിയല്ലേ. പിന്നെ എങ്ങനെ വരും? 2p6 വരും, ദെൻ 3s2 വരും, ദെൻ 3p6 വരും, ദെൻ 4s അല്ലേ, എനർജിയുടെ ഓർഡറിൽ അല്ലേ 4s വരും, 4s2 വരും. പിന്നെ അതാണ് വരുന്നത് അടുത്ത ഡിയിലേക്ക് വരും ഇല്ലേ, 4s2 വരും, ദെൻ 3d1 വരും. അടുത്ത ഡിയിലേക്കും വരും, ഇല്ലെങ്കിൽ എല്ലാം 21 ആകത്തുള്ളൂ. മനസ്സിലായി. അപ്പോൾ സ്കാൻഡിയത്തിൻ്റെ കേസിൽ നമ്മൾ ഇങ്ങനെയാണ് നമ്മുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇല്ല നമ്മൾ എനർജിയുടെ ഓർഡറിൽ എഴുതിയത്. ഇതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു രീതിയിലും എഴുതാം. അതിൽ ഷെല്ലുണ്ടല്ലോ, അതായത് ഷെല്ലിൻ്റെ ക്രമത്തിൽ നമുക്ക് ഈ ഒരു രീതിയിൽ എഴുതാം. ഇതാ ഇവിടെ കണ്ടോ, 1s2 2s2 2p6 3s2 3p6 അതുവരെ നമുക്ക് ക്ലിയർ ആയിട്ട് എഴുതാം. കണ്ടില്ലേ, ക്ലിയർ ആയിട്ട് നമുക്ക് എഴുതാം. അത് കഴിഞ്ഞ ശേഷം ഷെല്ലിൻ്റെ ഓർഡറിൽ എഴുതുവാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഡി ഷെല്ല് 3d കഴിഞ്ഞിട്ടാണ് 4s വരുന്നത്, ശരിയല്ലേ. അപ്പം നമുക്ക് ഷെല്ലിൻ്റെ ഓർഡറിൽ ഇങ്ങനെയും എഴുതാം. രണ്ടും കറക്റ്റ് ആണ് കേട്ടോ. അപ്പം തെറ്റാന്നല്ല പറഞ്ഞത്, രണ്ടും കറക്റ്റ് ആണ്. ഇത് നമ്മൾ എനർജിയുടെ ഓർഡറിലാണ് എഴുതിയത്. ഇത് നമ്മൾ ഷെല്ലിൻ്റെ ഓർഡറിലാണ് എഴുതുന്നത്. മനസ്സിലായല്ലോ. അപ്പം ചൂടെ ക്ലിയർ ആയല്ലോ. അപ്പം ഷെല്ലിൻ്റെ ഓർഡറിലാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ബാക്കി ഇനി വരുന്നത് കേട്ടോ. എനർജിയുടെ ഓർഡറിൽ എഴുതിയാലും കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഷെല്ലിൻ്റെ ഓർഡറിൽ എഴുതിയത് മനസ്സിലായോ എങ്ങനെയാണെന്നുള്ളത്? ഇത് നമ്മൾ പറഞ്ഞായിരുന്നു 4sൽ ഫില്ല് ചെയ്തിട്ടാണ് അടുത്ത 3dയിലേക്ക് വരുന്നതെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ മനസ്സിലായല്ലോ. അതപ്പോൾ അങ്ങനെ എഴുതി നമ്മൾ എനർജിയുടെ ഓർഡറിലാകുമ്പം ഈ ഒരു രീതിയിൽ എഴുതാം. അതുപോലെ തന്നെ ഷെല്ലിൻ്റെ ഓർഡറിലാകുമ്പോൾ നമ്മൾ ആദ്യമേ 3d അല്ലേ, അത് കഴിഞ്ഞിട്ടല്ലേ 4s വരുന്നത്. അപ്പോൾ ആ ഒരു ഓർഡറിലും എഴുതി. ക്ലിയർ ആയല്ലോ. അടുത്താണെങ്കിൽ ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത് എഴുതാം. സ്കാൻഡിയം കഴിഞ്ഞ് വരുന്നതാന്ന് നോക്കിയേ. അതെവിടെ നമ്മൾ എഴുതിയ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആസ് പെർ ദ ഓർഡർ ഓഫ് എനർജി ഇൻ ട്രാൻസിഷൻ എലമെന്റ്സ് ദ 4s സബ്ഷെൽ ഈസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഫസ്റ്റ് ഫോളോഡ് ബൈ ദ ഗ്രാജുവൽ ഫില്ലിംഗ് അപ്പ് ഓഫ് ദി തേർഡ് സബ്ഷെൽ. നമ്മൾ ആദ്യമേ പറഞ്ഞില്ലേ, അതായത് ഇലക്ട്രോണിന്റെ ഊർജ്ജക്രമം അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ 4s അല്ലേ, 4s കഴിഞ്ഞിട്ട് 4sൽ നിറഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ 3dയിൽ എഴുതിയത്. അങ്ങനെയാണ് ആദ്യമേ എഴുതിയത്. ഷെല്ലിൻ്റെ കേസിൽ വരുവാണെന്നുണ്ടെങ്കിൽ 3d ഷെല്ല് കഴിഞ്ഞിട്ട് 4sലും എഴുതി. ക്ലിയർ ആയല്ലോ. അപ്പോൾ സ്കാൻഡിയം കഴിഞ്ഞു. അതുപോലെ തന്നെ അടുത്ത നമുക്ക് നോക്കാം. അടുത്ത നോക്കിയ ആറ്റോമിക് നമ്പർ 22 ഉള്ളത് ടൈറ്റാനിയം അല്ലേ, ടൈറ്റാനിയമാണ്. അതുപോലെ തന്നെ വനേഡിയം ഉണ്ട്. നമുക്ക് എഴുതി നോക്കാം. എങ്ങനെ എഴുതാൻ സാധിക്കും? ടൈറ്റാനിയത്തിനെ ആവുകയാണെന്നുണ്ടെങ്കിൽ 1s2 2s2 2p6 ദെൻ 3s2 ഇത് വരും 3p6. ഇവിടെ വരെ നമുക്ക് നോക്കണ്ട, 3p6 വരെ വന്നു. 22 ആണ് വരുന്നതല്ലേ, 3p6 വരെ വന്നു. പിന്നെ നമ്മൾ ഏത് വരും? ഷെല്ലിൻ്റെ കേസ് വരുവാണെങ്കിൽ 3d ഇല്ലേ, 3d വരും. ദെൻ 3d2 വരും. അതുപോലെ തന്നെ 4s2 വരും.
അല്ലേ? എനർജിയുടെ കേസിൽ വരുവാണെങ്കിൽ 4s2 4s2 കഴിഞ്ഞിട്ട് 3D വരും. നമ്മളിപ്പോൾ ഷെല്ലിൻ്റെ കേസിൽ എഴുതി, മനസ്സിലായല്ലോ. അതുപോലെ തന്നെ വനേഡിയം എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതാൻ സാധിക്കും? 1s2 2s2 2p6, പിന്നെ എങ്ങനെയാണ് 3s2 3p6, അടുത്തത് 23 അല്ലേ വരുന്നത്. നമുക്ക് എങ്ങനെ എഴുതാം? 3D എങ്ങനെ വരും? 3d3 4s2. ക്ലിയർ ആയല്ലോ. അപ്പം ഈ രീതിയിൽ നമുക്ക് ഷെല്ലിൻ്റെ ഓർഡറിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ക്ലിയർ ആയല്ലോ. അപ്പം ടൈറ്റാനിയമായി വനേഡിയമായി അങ്ങനെ നമുക്ക് ഓൾമോസ്റ്റ് 30 വരെയുള്ള എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കോട്ടെ, 30 വരെയുള്ളതിൻ്റെ എഴുതി നോക്കുക. അങ്ങനെ നമ്മൾ എഴുതി വരുമ്പോൾ ഈ എന്താണ് ഇപ്പം 23 ആണല്ലോ ആറ്റോമിക് നമ്പർ വന്നത്. അടുത്തത് കോപ്പറും ക്രോമിയവും വരും. ഇത് ക്രോമിയം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞിരിക്കുന്നത് 24 ആണ്. 24 ക്രോമിയം എന്ന് പറഞ്ഞിരിക്കുന്നത് 24ഉം വരും. അതുപോലെ തന്നെ കോപ്പർ എന്ന് പറഞ്ഞാൽ 29ഉമാണ് വരുന്നത്. മനസ്സിലായി? നമ്മൾ ഓരോന്നും 22 കഴിഞ്ഞാൽ നമ്മൾ ഓരോന്നോരോന്നായിട്ട് എഴുതി വരുമ്പോൾ ഈ ക്രോമിയവും അതുപോലെ തന്നെ കോപ്പറും വരുമ്പോൾ പ്രത്യേകം ഓർത്തോണം, ക്രോമിയത്തിൻ്റെ 24 ആണ്, കോപ്പറിൻ്റെ 29 ആണ് ആറ്റോമിക് നമ്പർ വരും. ഇത് രണ്ടും വരുമ്പോൾ ചെറിയൊരു വേരിയേഷൻ വരും. നമ്മൾ നോർമലി എഴുതുന്ന പോലെ ആയിരിക്കുകയില്ല എഴുതുന്നത്. മനസ്സിലായല്ലോ. അത് ഇവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ, എങ്ങനെയാണെന്നല്ലോ ഇതും കൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഈ ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും കേസിൽ വരുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരും. അതെങ്ങനെയാണെന്ന് അവിടെ നോക്കിയേ. ആദ്യമേ നമുക്ക് നോക്കാം. റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുവാണെങ്കിൽ എങ്ങനെയാണ് എഴുതാൻ സാധിക്കുന്നത്? 1s2 2s2 2p6 3s2 3p6 ഇത് വരും. 3p6 വന്നു. ദെൻ നമ്മൾ എഴുതുന്നത് 4s2 അല്ലെങ്കിൽ 3d4 ഇല്ല, 4s2 3d4 എന്ന് എഴുതും. അല്ലെങ്കിൽ നമ്മൾ മുമ്പേ എഴുതിയ പോലെ തന്നെ 3d4 4s2 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ എഴുതാൻ കേട്ടോ. അതായത് 3d4 ഇല്ലേ, 3d4 എങ്ങനെയാണ് വരുന്നത്? 4s2 വരും. മനസ്സിലായല്ലോ? ഈ ഒരു രീതിയിൽ. പക്ഷേ ഈ ക്രോമിയത്തിൻ്റെ കേസ് വരാൻ നേരത്ത് ഓർത്തണം കേട്ടോ, ക്രോമിയത്തിൻ്റെ കേസ് വരാൻ നേരത്ത് ഈ ഒരു രീതിയിൽ എഴുതി കഴിഞ്ഞാൽ അതിനൊന്ന് സ്ഥിരത കിട്ടില്ല. മനസ്സിലായല്ലോ? അപ്പോൾ സ്ഥിരതയുള്ള രീതിയിൽ നമ്മൾ എഴുതുവാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞിരിക്കുന്നത്? അതായത് സ്റ്റെബിലിറ്റി കേട്ടോ, സ്റ്റേബിൾ ആയിട്ട് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ ക്രോമിയത്തിന് എഴുതുന്നത് ഈ രീതിയിലാണ്. കണ്ടോ എഴുതിയിരിക്കുന്നത്? 1s2 2s2 2p6 3s2 3p6. അത് കഴിഞ്ഞിട്ട് 3D നമ്മൾ എത്ര? 3d4 ആണ് ഇല്ലേ? അപ്പോൾ എന്ത് ചെയ്തു? സ്റ്റെബിലിറ്റി വരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഒരു 1 കൂടെ ആഡ് ചെയ്തു 3Dയുടെ കൂട്ടത്തിൽ. എന്നിട്ട് ഇവിടെ 4s'ൽ നിന്ന് ഒന്ന് കുറച്ചു. ക്ലിയർ ആയല്ലോ? അപ്പം സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ ക്രോമിയത്തിൽ കേട്ടോ, സ്ഥിരത കൈവരാൻ വേണ്ടി ക്രോമിയത്തിൽ നമ്മൾ ഈ ഒരു രീതിയിലാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഡി സബ്ഷെല്ലിൽ മാക്സിമം വരാവുന്ന എത്രയാണ്? 10 ഇല്ലേ? മാക്സിമം കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 10 ആണ്. അതായത് നമുക്കറിയാം D10 ഇല്ലേ, മാക്സിമം വരാവുന്ന 10 ആണ് നമുക്കറിയാം. അപ്പം ഈ 10 ആകുമ്പം അതിനൊരു 10 എന്ന് പറഞ്ഞിരിക്കുന്ന ഇതാകുമ്പോൾ അതിന് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിന് പകുതി എഴുതുവാണെന്നുണ്ടെങ്കിൽ D10ൻ്റെ പകുതി നമ്മൾ എടുക്കുകയാണെങ്കിൽ D5. അപ്പം ഈ D5 എന്ന് എഴുതുമ്പോൾ അതിന് കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും. മനസ്സിലായോ? അതായത് ഡി സബ്ഷെല്ലിൽ പൂർണ്ണമായിട്ട് നിറഞ്ഞിരിക്കുമ്പോൾ എത്രയായിരിക്കും വരുന്നത്? D10 വരും. അല്ലെങ്കിൽ പകുതി എന്ന് പറയുമ്പോൾ എത്രയാണ്? D5 വരും. അപ്പോൾ അങ്ങനെയുള്ള ക്രമീകരണങ്ങളിൽ മറ്റുള്ളവയേക്കാൾ ഈ രീതിയിൽ എഴുതുന്നതിനേക്കാളും കൂടുതൽ എന്തായിരിക്കും? സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിരിക്കും, കൂടുതൽ സ്ഥിരത അതിനുണ്ടായിരിക്കും, അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിരിക്കും എന്ന് പറയാം. അതായത് ഡിയുടെ വാല്യൂ 1 തൊട്ട് 10 വരെ വരാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഡിയുടെ വാല്യൂ 1 തൊട്ട് 10 വരെ വരുമ്പോൾ എങ്ങനെയാണ്? D5നും അതുപോലെ തന്നെ D10നും എങ്ങനെയായിരിക്കും? കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും D5ഉം D10ഉം. മനസ്സിലായല്ലോ? അപ്പം നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അങ്ങനെ സ്ഥിരത വരാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു രീതിയിൽ എഴുതുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടുന്ന് ഒരെണ്ണത്തിനെടുത്ത് എസ്സിൽ നിന്ന് ഒരെണ്ണത്തിനെടുത്ത് ഡിയിലേക്ക് ഇടും. അപ്പോൾ D5 ആവും. അപ്പോൾ അത് ഇച്ചിരി സ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ അതിനു വേണ്ടിയാണ് നോർമാലിറ്റി നമ്മൾ 3d4 4s2 എന്നല്ല എഴുതുന്നത്. അതിന് പകരം കൂടുതൽ സ്റ്റെബിലിറ്റി വരാൻ വേണ്ടി ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് എടുത്തിട്ട് ഡിയിൽ 5 ആക്കി. അപ്പോൾ എന്ത് സംഭവിക്കും? അതിന് സ്റ്റെബിലിറ്റി വരും. അപ്പോൾ 3d5 4s1 എന്ന് എഴുതി. മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത്? അത് ഈ ക്രോമിയത്തിനും കോപ്പറിനും മാത്രമാണ് അങ്ങനെ വരുന്നത്. ക്ലിയർ ആയല്ലോ? എവിടെ എഴുതിയിട്ടുണ്ട്? വാട്ട് ഇസ് ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ഡി സബ്ഷെല്ലിൽ എത്രയാണ്? 10 ആണ് വരുന്നത്. അപ്പം അതിന് നമുക്ക് D10 റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. എഴുതിയിട്ടുണ്ട് കേട്ടോ. ഹൗ ക്യാൻ ബി റെപ്രസെൻറ്റ് ഹാഫ് ഫിൽഡ് ഡി ഓർബിറ്റിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? D5 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ? ഇതാ നോക്കിയേ, ദ കംപ്ലീറ്റ്ലി ഫിൽഡ് കോൺഫിഗറേഷൻ
and the half-filled configuration are more stable than other configuration. കേട്ടോ, കംപ്ലീറ്റ്ലി ഫിൽഡ് കോൺഫിഗറേഷൻ D10ഉം അതുപോലെ തന്നെ ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ D5 ആയിരിക്കും മോർ സ്റ്റേബിൾ. മറ്റുള്ള രീതിയിനേക്കാളും കൂടുതലായിട്ട് സ്റ്റെബിലിറ്റി ഉള്ളത് ഇതിനായിരിക്കും D5 എന്ന് എഴുതുമ്പോഴും D10 എന്ന് എഴുതുമ്പോഴായിരിക്കും. ക്ലിയർ ആയല്ലോ? ഇൻ അതർ വേർഡ്സ്, എമംഗ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഫ്രം D1 to D10 അതിൽ D5നും D10നും മോർ സ്റ്റേബിൾ ആണ്. ഹെൻസ് ഫോർ ആറ്റംസ് വെയർ ദ കോൺഫിഗറേഷൻ ഷുഡ് ബി D4s2 ആൻഡ് D9s2 the filling of electrons takes place such that the configuration become എങ്ങനെ എഴുതാം? D5s1 എന്നും D10s1 എന്നും എഴുതാം. നമ്മളാണല്ലേ ഡിയിൽ 4ഉം എസിൽ 2ഉം വരുവാണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്ത് എഴുതാം? ഇവിടുന്ന് ഉള്ളതിനെയും കൂടെ എടുത്തിട്ട് D5 എന്നും S1 എന്നും എഴുതാം. അതുപോലെ തന്നെ നമുക്കറിയാം D9ഉം S2 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? ഒരെണ്ണത്തിനെയും കൊണ്ട് എടുത്തിട്ട് D10 S1 എന്ന് എഴുതാം. അപ്പം അങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കൂടുതൽ സ്റ്റെബിലിറ്റി കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ നോർമൽ രീതിയിൽ നിന്ന് മാറി വെച്ച് ഈ ഡിയുടെ കേസിൽ വരുമ്പോൾ മനസ്സിലാകുന്നില്ല, ഡി സബ്ഷെല്ലിൽ വരുമ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ എഴുതുന്നത് എന്തിനു വേണ്ടിയാണ്? കൂടുതൽ സ്ഥിരത കൈവരാൻ വേണ്ടിയാണ്. ക്ലിയർ ആണ്? അപ്പം ക്രോമിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ നോർമൽ രീതിയിൽ എഴുതുന്നത് നമ്മൾ കണ്ടു. നോർമൽ രീതിയിൽ ഇങ്ങനെ എഴുതും. അതിൽ നിന്ന് വ്യത്യാസമായിട്ട് എഴുതേണ്ടത് എങ്ങനെയാണ്? ഈ ഒരു രീതിയിലാണ് എഴുതേണ്ടത്. അപ്പം അതിൻ്റെ റീസൺ മനസ്സിലായല്ലോ? കൂടുതൽ സ്റ്റേബിൾ ആകാൻ വേണ്ടിയാണ്, സ്ഥിരത കൈവരാൻ വേണ്ടിയാണ്. ക്ലിയർ ആയല്ലോ? അങ്ങനെയാവുകയാണെന്നുണ്ടെങ്കിൽ കോപ്പർ, നമ്മളില്ല കോപ്പറിന് നമുക്ക് എങ്ങനെ എഴുതാം? കൂടുതൽ സ്റ്റെബിലിറ്റി വരാൻ വേണ്ടി എങ്ങനെ എഴുതാം? 1s2 2s2 2p6 3s2 3p6. ഇനി അടുത്ത ഏതാണ് വരുന്നത്? നമ്മൾ നോർമലി ജനറലി നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്? 3d ഇല്ല 3d9 എന്ന് എഴുതും, 4s2 എന്ന് എഴുതും. മനസ്സിലായില്ലേ? 4s2 എന്നാണ് നമ്മൾ നോർമലി എഴുതുന്നത്. ഇത് സ്ഥിരത കൈവരിക്കാൻ വേണ്ടി നമ്മളപ്പോൾ എങ്ങനെ എഴുതാം? 1s2 2s2. ഇതവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വാട്ട് ചേഞ്ച് ഈസ് ടു ബി മെയ്ഡ് ഇൻ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് കോപ്പർ ഇൻ ഓർഡർ ടു അറ്റൈൻ സ്റ്റെബിലിറ്റി കേട്ടോ. അപ്പം എങ്ങനെ എഴുതാം? 1s2 2s2 2p6 3s2 3p6. പിന്നെ എങ്ങനെ എഴുതാം? 3d10 3d10 4s1. ഈ രീതിയിൽ നമുക്ക് എഴുതാം. ക്ലിയർ ആയല്ലോ? ഇതവിടെ നോക്കിയേ. ഇൻ ദ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം ആൻഡ് കോപ്പർ ദ കോൺഫിഗറേഷൻ വിത്ത് ഹാഫ് ഫിൽഡ് ഡി സബ്ഷെൽ ഓർ കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി സബ്ഷെൽ ഷോസ് ഗ്രേറ്റർ സ്റ്റെബിലിറ്റി. ക്രോമിയം കോപ്പർ ഇല്ലേ എന്നീ ആറ്റങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസങ്ങളിൽ എങ്ങനെയാണ്? ഡി സബ്ഷെല്ലിന് പകുതി കേട്ടോ ഹാഫ് വരുമ്പോഴോ അല്ലെങ്കിൽ എന്താണ് ഫുള്ള് പൂർണ്ണമായിട്ട് നിറഞ്ഞിരിക്കുമ്പോഴോ ആയിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതിന് കൂടുതൽ സ്ഥിരത കൈവരും. മനസ്സിലായല്ലോ? അപ്പം ഇത് ക്ലിയർ ആയല്ലോ? അപ്പം ഇത് മനസ്സിലാക്കിയിരിക്കട്ടെ. ഏതൊക്കെയാണ്? കോപ്പറിനും കേട്ടോ, കോപ്പറിനും ക്രോമിയത്തിനും കേട്ടോ, കോപ്പറിനും ക്രോമിയത്തിനാണ് ഈ ഒരു പ്രത്യേകതയുള്ളത്. സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ കൂടുതൽ സ്റ്റേബിൾ ആകാൻ വേണ്ടി എന്ത് ചെയ്യും? അവിടെ ഡി സബ്ഷെല്ലിൽ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്യും, അല്ലെങ്കിൽ എന്താണെങ്കിലും ഫുള്ളായിട്ടുള്ള രീതിയിൽ ഇല്ലേ? അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ആറ്റങ്ങളെ അവിടെ അല്ലെങ്കിൽ ഇലക്ട്രോണിന് നമ്മൾ അറേഞ്ച് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? അവിടെ കൂടുതൽ സ്ഥിരത അവിടെ ഉണ്ടാകുന്നതാണ്. മനസ്സിലായല്ലോ? ഇനി നമ്മളിപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈ ഒരു രീതിയിൽ എഴുതി. ഇനി നമുക്ക് ഇങ്ങനെയല്ല, അതിപ്പോൾ 1s2 2s2 2p6 3s2 ആ രീതിയിൽ എഴുതിയില്ലേ. ഇനി അതല്ല, നമുക്ക് വേറൊരു രീതിയിലും ഇലക്ട്രോൺ നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതാൻ സാധിക്കും. മനസ്സിലായല്ലോ? അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യമേ നമ്മളെങ്ങനെയാണ്? ഹൈഡ്രജൻ്റെ 1s1 വന്നു, പിന്നെ എന്താണ് ഹീലിയത്തിൻ്റെ 1s2 വന്നു. ക്ലിയർ ആയല്ലോ? 1s2 വന്നു. അപ്പോൾ മാക്സിമം എസിൽ വരാവുന്ന 2 ഇലക്ട്രോണാണ്. അപ്പോൾ 1s2 എന്ന് വന്നു. അടുത്ത് നമ്മൾ ലിഥിയം വന്നപ്പോൾ 1s2ഉം 2s1ഉം വന്നു. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ഒരു 1s2 വന്നല്ലോ. അപ്പോൾ ഈ 1s2 എന്ന് പറഞ്ഞിരിക്കുന്നത് ഹീലിയത്തിൻ്റെ അല്ലേ? അപ്പോൾ നമുക്ക് ആ ഹീലിയത്തിൻ്റെ വെച്ച് നമുക്ക് ഇതിനെ വേണമെങ്കിൽ എഴുതാം. അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം, ഹീലിയം അതായത് 1s2 ഉണ്ട്, ദെൻ 2s1. മനസ്സിലായല്ലോ? ഈ ഒരു രീതിയിൽ നമുക്ക് ലിഥിയത്തിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ക്ലിയർ ആയല്ലോ? അതുപോലെ തന്നെ നമ്മളിവിടെ എഴുതിയില്ലായിരുന്നു, അതും ഇതുപോലെ തന്നെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യും. ഇപ്പോൾ ബെർലിയത്തിന് വരുമ്പോൾ 1s2 2s2 ആണ്. അപ്പോൾ 1s2 എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹീലിയം ആണ് അല്ലേ? 1s2 എന്ന് വെച്ചാൽ ഹീലിയമാണ്. അപ്പം ഹീലിയം 2s2 നമുക്ക് ഈ ഒരു രീതിയിൽ എഴുതാം. ഇതിനെ നമുക്ക് ഇതുപോലെ എഴുതാം. 1s2 ഉള്ളതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? ഹീലിയം ഇങ്ങനെ എഴുതാം. ഹീലിയം ദെൻ 2s2 2p1 എന്ന് എഴുതാം. ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ അടുത്തത് നമുക്ക് എങ്ങനെ എഴുതാം? ഹീലിയം, ഇവിടെ ഹീലിയം ഉണ്ട്. 1s2ൻ്റെ സ്ഥാനത്ത് ഹീലിയം ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഹീലിയം ദെൻ 2s2 2p2 എന്ന് എഴുതാം. അടുത്ത എങ്ങനെ എഴുതാം? ഇവിടെ അടുത്തതിനുണ്ട് ഹീലിയം, ഇവിടെ ഉണ്ട് 1s2 ഇവിടെ ഉണ്ട്. ബാക്കി നമുക്ക് അത് എവിടെ എഴുതാം? 2s2 2p3. മനസ്സിലായല്ലോ? അടുത്തതും എങ്ങനെ എഴുതാം? ഹീലിയം കേട്ടോ, ഹീലിയം ദെൻ 2s2
2p4. അടുത്തത് ഇവിടെ നമുക്ക് എഴുതാം ഹീലിയം അല്ലേ, ഹീലിയം ദെൻ 2s2 2p, ഹീലിയം എന്താ ഇങ്ങനെ കേട്ടോ, സ്ക്വയർ ബ്രാക്കറ്റ് ഇടണം, 2s2 2p5 എന്ന് എഴുതാം. മനസ്സിലായല്ലോ. അടുത്ത് നിയോൺ ആണ് വരുന്നത്. നിയോൺ വരുമ്പോൾ നമുക്ക് എന്താണ് 2p6 അവിടെ വരുന്നുണ്ട് അല്ലേ, 2p6 വരുന്നുണ്ട്. അപ്പോൾ അടുത്ത് കഴിഞ്ഞ് നമുക്ക് നിയോൺ കഴിഞ്ഞ് അടുത്ത് ഏതാണ് വരുന്നത്, നമ്മൾ കണ്ടായിരുന്നു ഏതാണ് വരുന്നത്, സോഡിയം ആണ് വരുന്നത്. ക്ലിയർ ആയല്ലോ. അതായത് നമ്മുടെ നോബിൾ ഗ്യാസിന്റെ കേസിൽ വരുവാണെന്നുണ്ടെങ്കിൽ, അതായത് ഉത്കർഷവാദം ഉണ്ടല്ലോ, ഉത്കർഷവാദത്തിന്റെ ആ ഒരു കേസിൽ നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എഴുതുന്നത് ഏതാണോ മൂലകം അതിന് തൊട്ടു മുന്നേ ഉത്കർഷവാദം വരുവാണെന്നുണ്ടെങ്കിൽ ആ ഉത്കർഷവാദത്തിന്റെ പ്രതീകം അത് നമ്മളൊരു സ്ക്വയർ ബ്രാക്കറ്റിൽ കാണിച്ചിട്ട് തുടർന്നിട്ടുള്ള ഒരു എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ സോഡിയത്തിന്റെ കണ്ടില്ലേ, സോഡിയത്തിന്റെ 1s2 2s2 2p6 വന്നു. ക്ലിയർ ആയല്ലോ. അപ്പോൾ അതിന് മുന്നേ ഏതാണ് വന്നത്, നിയോൺ. ഇവിടെ മനസ്സിലായി, നിയോൺ നോബിൾ ഗ്യാസ് അല്ലേ, ഉത്കർഷവാദമാണല്ലോ, നിയോൺ വന്നു. അപ്പം 1s2 2s2 2p6 എന്ന് പറഞ്ഞാൽ നിയോൺ ആണ്. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടുത്തെ ഈ 1s2 2s2 2p6 പകരം നമുക്ക് എന്ത് കൊടുക്കാം, നിയോൺ എന്ന് പറയാം. ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് പിന്നെ എന്താണ് അടുത്ത് 3s1. സോഡിയത്തിന് നമുക്ക് അങ്ങനെ ഓരോന്നും നമുക്ക് രീതിയിൽ എഴുതാൻ പറ്റും. 2p6 വരെ വരുമ്പോൾ എന്താണ് വരുന്നത്, നിയോൺ വരെ വരുന്നുണ്ട്. 2p6 വരെ വരുമ്പോൾ നിയോൺ വരെ വരുന്നുണ്ട്. മനസ്സിലായല്ലോ. ഇതെവിടെ നോക്കിയേ, ഇതാ ക്ലോറിൻ്റെ വരെ ഉണ്ടോ, ക്ലോറിൻ്റെ നോക്കിയേ, ക്ലോറിൻ്റെ ഇതാ 2p6 വരെ വരുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്ലോറിൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിയോണിൻ്റെ കേസിൽ നിയോൺ കേട്ടോ, നിയോൺ പിന്നെ 3s2 3p5 ആ ഒരു രീതിയിൽ എഴുതാം. പിന്നെ ആർഗൺ ആണ് വരുന്നത്. ആർഗൺ എന്ന് പറഞ്ഞാൽ നോബിൾ ഗ്യാസ് ആണ്. അപ്പോൾ അടുത്ത് നോക്കിയാൽ ആർഗണിൻ്റെ കേസിൽ വരുവാണെങ്കിൽ ആർഗൺ നോക്കിയേ 3p6 ഇല്ല, 3p5 കഴിഞ്ഞിട്ട് ആർഗണിൻ്റെ വരുമ്പോൾ 3p6 വരാം. ആർഗൺ കഴിഞ്ഞ് വരുന്ന മൂലം ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെയാവുകയാണെന്നുണ്ടെങ്കിൽ ആർഗണിൻ്റെ കേസിൽ നമുക്ക് എഴുതാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മറ്റൊരു രീതിയിലും എഴുതാമെന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് കണ്ടില്ലേ, അനദർ മെത്തേഡ് ഓഫ് റെപ്രസെന്റിംഗ് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. വൈൽ റൈറ്റിംഗ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ആൻ എലമെന്റ്, the symbol of the noble gas preceding that element is shown within square bracket followed by the electron configuration of the remaining subshell. എന്താണ് പറഞ്ഞിരിക്കുന്നത്, സബ്ഷൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം എഴുതേണ്ട മൂലകത്തിന് തൊട്ടു മുന്നേ വരുന്ന ഒരു ഉത്കർഷവാതകം വരുമോ, അതായത് നോബിൾ ഗ്യാസ് വരുമോ. അപ്പം ആ നോബിൾ ഗ്യാസിന്റെ പ്രതീകം അതിനൊരു സ്ക്വയർ ബ്രാക്കറ്റിൽ കേട്ടോ, സ്ക്വയർ ബ്രാക്കറ്റിൽ കാണിച്ചിട്ട് തുടർന്നിട്ടുള്ള സബ്ഷൽ കോൺഫിഗറേഷൻ നമുക്ക് എഴുതിയാൽ മതിയാവും. ക്ലിയർ ആയല്ലോ. അതാണ് നോക്കിയാൽ ഞാൻ മുമ്പേ കാണിച്ചു തന്നായിരുന്നു സോഡിയത്തിൻ്റെ കണ്ടില്ല, സോഡിയത്തിൻ്റെ 1s2 2s2 2p6 ആണ് വരുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പം അങ്ങനെയാവുകയാണെന്നുണ്ടെങ്കിൽ ആ സോഡിയം ഉണ്ടല്ലോ, സോഡിയത്തിന് തൊട്ട് മുന്നേ വരുന്ന ഉത്കർഷവാതകം ഏതാണ് വരുന്നത്, നിയോൺ ആണ് വരുന്നത് ഇല്ലേ, നിയോൺ ആണ് വരുന്നത്. സോഡിയത്തിന് തൊട്ട് മുന്നേ വരുന്ന ഉത്കർഷവാതം എന്ന് പറഞ്ഞാൽ നിയോൺ ആണ് വരുന്നത്. നിയോണിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ് വരുന്നത്, 10 ആണ് വരുന്നത് ഇല്ലേ, നിയോണിൻ്റെ ആറ്റോമിക് നമ്പർ 10 ആണ് വരുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഇത്ര എന്ന് പറയുന്നത് നിയോൺ ആണ്. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് എന്ത് എഴുതാം, നിയോൺ പിന്നെ അടുത്ത് 3s1 എഴുതിയിരിക്കുന്നുണ്ടോ, നിയോൺ പിന്നെ അടുത്ത് കഴിഞ്ഞിട്ട് 3s1 എന്ന് എഴുതി. അപ്പം നമുക്ക് സോഡിയത്തിന് നമുക്ക് ഈ ഒരു രീതിയിലും റെപ്രസെൻറ്റ് ചെയ്യാം. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് സോഡിയം ക്യാൻ ബി റിട്ടൺ, ഈ ഒരു രീതിയിൽ നമുക്ക് എഴുതാൻ സാധിക്കും, നിയോൺ 3s1. then അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, ഹൗ വിൽ യു റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് പൊട്ടാസ്യത്തിൻ്റെ ഇതേ മാനിൽ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പൊട്ടാസ്യത്തിൻ്റെ എഴുതുവാണെങ്കിൽ ആറ്റോമിക് നമ്പർ 19 ആണ് വരുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം, 1s2 2s2 2p6 പിന്നെ 3s2 3p6 4s1 കൂടെ വരും ഇല്ലേ. അപ്പോൾ ഈ പൊട്ടാസ്യത്തിന് മുന്നേ ഉള്ള നോബിൾ ഗ്യാസ് ഏതാണ്, ആർഗൺ ആണ് വരുന്നത്. ആർഗണിൻ്റെ 18 ആണ്. ആർഗണിൻ്റെ എങ്ങനെ വരും, 1s2 2s2 2p6 3s2 3p6 ഇതാണ് വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും ഇവിടം വരെ ഉണ്ട്, ഇവിടെ തന്നെ ആർഗൺ വരെ ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, സ്ക്വയർ ബ്രാക്കറ്റിൽ ഇങ്ങനെ എഴുതാം, ആർഗൺ പിന്നെ 4s1. മനസ്സിലായില്ലേ. ഈ ഒരു രീതിയിൽ നമുക്ക് പൊട്ടാസ്യത്തിനെ റെപ്രസെൻറ്റ് ചെയ്യാം. പൊട്ടാസ്യം നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, സ്ക്വയർ ബ്രാക്കറ്റിൽ ആർഗൺ എഴുതിയിട്ട് ദെൻ 4s1 ആർഗൺ പിന്നെ 4s1 നമുക്ക് ഈ ഒരു രീതിയിൽ എഴുതാൻ സാധിക്കും. ക്ലിയർ ആണോ. അതുപോലെ മറ്റു മൂലങ്ങൾ ബാക്കിയുള്ള എല്ലാ മൂലങ്ങളിലും നമുക്ക് ഈ ഒരു രീതിയിൽ എഴുതാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ. അപ്പോൾ കൂടുതലായിട്ടുള്ള എന്താണ് ആറ്റോമിക് നമ്പർ കൂടിയ മൂലകങ്ങളൊക്കെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട്. നമ്മളിങ്ങനെ 1s2 2s2 അങ്ങനെ എഴുതുന്നതിന് പകരം നമുക്ക് ഷോർട്ടായിട്ട് ഈ ഒരു രീതിയിൽ എഴുതാൻ സാധിക്കും. അപ്പം അങ്ങനെ എഴുതിയാലും കറക്റ്റാണ്. ക്ലിയർ ആയല്ലോ. ഇതവിടെ കണ്ടോ, അതവിടെ എഴുതിയിരിക്കുന്നുണ്ടോ, ഞാനത് ടേബിളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ നോക്കുക കേട്ടോ. അതായത് ലിഥിയത്തിന് നമ്മൾ ഹീലിയം വെച്ച് എഴുതി.
ഇവിടെ നോക്കിയാൽ നമ്മൾ ആ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. നമ്മൾ മുമ്പേ കണ്ടായിരുന്നു, കണ്ടല്ലോ, 9 വരെ കണ്ടു. നിയോണിന്റെ നമ്മൾ എങ്ങനെ എഴുതാം? 1s2 1s2 2s2 പിന്നെ ഏതാണ് 2p6 വരും അല്ലേ? 2p6 വരും. അപ്പോൾ അടുത്ത് കഴിഞ്ഞ് 2p6 വരുന്ന ഏതാണ് സോഡിയത്തിന് വരുമ്പം അതിന് പകരം നമ്മൾ നിയോൺ എഴുതി. മനസ്സിലായല്ലോ? അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലോറിന്റെ വരെ നമ്മൾ എഴുതി. ദെൻ ആർഗണിന്റെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? 1s2 2s2 2p6 3s2 പിന്നെ ഇത് വരും 3p6 വരും ഇല്ലേ? 3s2 3p6 വരെ വരും. ക്ലിയർ ആയല്ലോ? അപ്പോൾ അത് നമ്മൾ എഴുതി. അടുത്തപ്പം അത്രയും 3p6 വരെ വരുന്നതുകൊണ്ട് നമ്മൾ അതിനെ എന്താക്കി? ആർഗൺ എന്നുള്ള രീതിയിൽ എഴുതി. മനസ്സിലായല്ലോ? ആർഗൺ എന്നുള്ള രീതിയിൽ എഴുതി. then അത് കഴിഞ്ഞതിന് ശേഷം 4s2 എന്ന് എഴുതി. ക്ലിയർ ആയല്ലോ? അത് കഴിഞ്ഞിട്ട് പിന്നെ കാൽസ്യം ആണ്. അപ്പം അങ്ങനെ ഓരോന്നിൻ്റെ നമുക്ക് എഴുതാൻ സാധിക്കും. ഏകദേശം 30 വരെയുള്ള എണ്ണത്തിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 30 വരെയുള്ള എണ്ണത്തിന് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആർഗണിൻ്റെ കണ്ടോ? ആർഗണിൻ്റെ ഇവിടെയുണ്ട് 3p6 ആണ്. അപ്പോൾ 3p6 വരെയുള്ളത് നമുക്ക് ആർഗൺ എന്ന് വെച്ച് എഴുതാം. പിന്നെ 4s1 പൊട്ടാസ്യത്തിന് നമ്മൾ എഴുതിയല്ലോ ഉണ്ടല്ലോ. കാൽസ്യത്തിൻ്റെ അടുത്ത് വന്നപ്പം ഇത്രയും ആർഗൺ ആണ് വരുന്നത്. ദെൻ 4s2 എന്ന് എഴുതി. ക്ലിയർ ആയല്ലോ? അത് ഇത്രയും വരും. ക്ലിയർ ആയല്ലോ? അപ്പം അത് നമുക്ക് ഈ ഒരു രീതിയിൽ റെപ്രസെൻ്റ് ചെയ്ത് എഴുതാം. ക്ലിയർ ആയല്ലോ? അത് കഴിഞ്ഞ് ക്രോമിയത്തിൻ്റെ കാര്യം പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? ക്രോമിയത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അതും ആ രീതിയിൽ എഴുതാം. അത് എവിടെ നോക്കിയേ? 1s2 2s2 2p6 3s2 3p6 വരെ നമുക്ക് ആർഗൺ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് 3d5 4s1. ക്ലിയർ ആയല്ലോ? അപ്പോൾ ആ രീതിയിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. കോപ്പറിൻ്റെ ഒക്കെ അങ്ങനെ തന്നെ 3p6 വരെ നമുക്ക് ആർഗൺ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് 3d10 4s1. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഷോർട്ടായിട്ട് റെപ്രസെൻ്റ് ചെയ്യാനും സാധിക്കും. മനസ്സിലായല്ലോ? അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ എഴുതാൻ അറിഞ്ഞിരിക്കണം. ഒരുപാട് വലിയ വലിയ ആറ്റോമിക് നമ്പർ വരുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ എഴുതാൻ സാധിക്കും. മനസ്സിലായല്ലോ? അപ്പം അങ്ങനെയാവണമെങ്കിൽ നോക്കിയാൽ ഈ ടൈറ്റാനിയത്തിൻ്റെ വനേഡിയത്തിൻ്റെ നമ്മൾ ആ രീതിയിൽ എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതാൻ സാധിക്കും? ടൈറ്റാനിയം വനേഡിയത്തിൻ്റെ കണ്ടില്ലേ? എങ്ങനെ എഴുതാൻ സാധിക്കും? അതെ ഇവിടെ നമുക്ക് 2p6 വരെ നമുക്ക് ആർഗൺ വെച്ചിട്ട് എഴുതാം ഇല്ലേ? ആർഗൺ വെച്ചിട്ട് എഴുതാം. ദെൻ ഇങ്ങനെയാണ് 3d2 4s2 എന്ന് എഴുതാം. മനസ്സിലായല്ലോ? വനേഡിയത്തിൻ്റെ വരുവാണെങ്കിൽ വനേഡിയത്തിൻ്റെ ഇവിടം വരെ നമുക്ക് എടുക്കാം. ആർഗൺ വെച്ചിട്ട് എഴുതാം. അതായത് ആർഗൺ വെച്ചിട്ട് എഴുതി. ബാക്കി 3d3യും. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക, മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഞാൻ മുമ്പേ കാണിച്ച ടേബിൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ബുക്കിലൊക്കെ തന്നെ എഴുതി നോക്കോട്ടോ. തന്നെ എഴുതിയിട്ട് കിട്ടുന്നില്ല എങ്കിൽ അത് നോക്കി എഴുതുക കേട്ടോ. ഒരു രീതിയിൽ നിങ്ങൾ തന്നെ എഴുതുക. ഓർഡറിൽ അങ്ങ് എഴുതുക. പിന്നെ നമുക്ക് പറഞ്ഞില്ല 3p6 വരുമ്പോൾ നമുക്ക് ആർഗൺ വെച്ചിട്ട് എഴുതാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതേണ്ടത്. പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ് ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും അതിൻ്റെ റീസൺ ഒക്കെ ചോദിക്കാൻ അങ്ങോട്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ എഴുതുന്നതിൻ്റെ റീസൺ ഒക്കെ ചോദിക്കാൻ അങ്ങോട്ടോ. റീസൺ ഫോർ അനോമലസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെയുള്ള എന്താണ് ഒരു അസാധാരണ വ്യത്യാസം ഉണ്ടല്ലോ, അതിൻ്റെ റീസൺ എന്താണെന്നൊക്കെ ചോദിക്കാം. അപ്പം ഇതാണ് ഇവിടുത്തെ റീസൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. സബ്ഷെല്ലിൽ കൂടുതൽ എന്താണ് പകുതി നിറഞ്ഞതോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നിറഞ്ഞതോ ആയ അവസ്ഥയിൽ എന്താണ് കൂടുതൽ സ്ഥിരത കേട്ടോ. കൂടുതൽ സ്ഥിരത അതിന് ഉണ്ടായിരിക്കും. അതാണ് അതിൻ്റെ റീസൺ. ഓക്കെ ആണല്ലോ? ഇതങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. അതൊന്നും ചെയ്ത് നോക്കിയേ. എ സർട്ടൺ എലമെന്റ് ഹാസ് എ ഫോളോയിങ് സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ കണ്ടില്ലേ? 1s2 2s2 2p6 3s2 എന്ന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൗ മെനി ഷെൽസ് ആർ ദെയർ ഇൻ ദിസ് ആറ്റം? ഈ ആറ്റത്തിൽ എത്ര ഷെല്ലുണ്ടെന്ന് നോക്കിയേ. എത്ര ഷെല്ലുണ്ട്? ഇതാ നോക്കുക. 1s 2s 3s. അപ്പം എത്ര ഷെല്ലാണ്? 3 ഷെല്ലുണ്ട് അല്ലേ? ഏതൊക്കെയാണ് ഷെല്ല് എന്ന് പറഞ്ഞിരിക്കുന്നത്? K L M ഇല്ലേ? 3 ഷെല്ലുകളുണ്ട്. മനസ്സിലായല്ലോ? ഹൗ മെനി സബ്ഷെൽസ് ആർ ദെയർ ഇൻ ഈച്ച് ഷെൽ? ഓരോ ഷെല്ലിലും എത്ര സബ്ഷെല്ലുണ്ട്? ഇതാ നോക്കിയ ഓരോ ഷെല്ല് കെയിൽ എത്ര സബ്ഷെല്ലാണുള്ളത്? കെയിൽ ഇതാ നോക്കുക. കെയിൽ 1s2 ഇല്ലേ? അതായത് 1s ആണ്. കെയിൽ ഒരു സബ്ഷെല്ലാണ്, അതായത് 1s. മനസ്സിലാവുന്നുണ്ടല്ലോ? എല്ല് എത്ര സബ്ഷെല്ലുണ്ട്? എല്ലിന്ന് നോക്കിയേ 2, അതായത് 2 സബ്ഷെല്ലാണുള്ളത്. ഏതൊക്കെയാണ്? 2s-ഉം 2p-യും ഇല്ലേ? പിന്നെ അടുത്തത് എമ്മിൽ ഇല്ലേ? എമ്മിൽ എത്ര സബ്ഷെല്ലുണ്ട്? 1, അതായത് ഏതാണ് പറഞ്ഞത്? 3s. മനസ്സിലായല്ലോ? then അടുത്ത് നോക്കി. ഇൻ വിച്ച് സബ്ഷെൽ ഈസ് എ ലാസ്റ്റ് ഇലക്ട്രോൺ ആഡഡ്? ലാസ്റ്റ് ഇലക്ട്രോൺ ആഡ് ചെയ്ത് ഏത് സബ്ഷെല്ലിലാണ്? 3s-ൽ ഇല്ലേ? 3s-ലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ ആഡ് ചെയ്തത്. then how many electrons are there in this atom? എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? കൂട്ടി നോക്കിയേ. എത്രയാണ് വരുന്നത്? 6 4 10 12 വരും ഇല്ലേ? വാട്ട് ഈസ് ആറ്റോമിക് നമ്പർ? 12 തന്നെ ഇല്ലേ? റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഇൻ ഷോർട്ട്. നോബൽ ഗ്യാസ് നൊട്ടേഷൻ ഉണ്ടല്ലോ, അപ്പോൾ ഷോർട്ടായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അതായത് ഇവിടെ കാണുമ്പോൾ നമുക്കറിയാം 1s2 2s2 2p6. അതേത് വരും? ഏതാണ് വരുന്നത്? നിയോൺ ആണ് വരുന്നത് ഇല്ലേ? നിയോൺ ആണ് വരുന്നത്. നിയോൺ. then 3s2
ഷോർട്ടായിട്ട് നോബിൾ ഗ്യാസ് നൊട്ടേഷൻ കേട്ടോ, അതിനെ പറയുന്നത് നോബിൾ ഗ്യാസ് നൊട്ടേഷൻ എന്നാണ്. അപ്പോൾ നോബിൾ ഗ്യാസ് നൊട്ടേഷൻ്റെ കേസിൽ നമുക്ക് ഈ ഒരു രീതിയിൽ എഴുതാം. ക്ലിയർ ആയല്ലോ ക്വസ്റ്റ്യൻ? ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ, പഠിക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു ക്ലാസ് നമുക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കൃത്യമായിട്ട് എഴുതി തന്നെ പഠിക്കുക, അത് നോബിൾ ഗ്യാസ് നൊട്ടേഷൻ രീതിയിൽ കേട്ടോ, ആ രീതിയിലൊക്കെ എഴുതി പഠിക്കുക. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ കോപ്പറിനെയും ക്രോമിയത്തിനെയും എഴുതാനുള്ള കാരണങ്ങൾ കേട്ടോ, അതൊക്കെ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക കേട്ടോ. നമുക്ക് ബാക്കി പാട്ടുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. Thank you.